ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കുടുംബത്തിന്റെ ആക്ഷേപങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണമെന്നും കണ്ണൂർ റേഞ്ച് DIG അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. പോരാട്ടം തുടരുമെന്നും അപ്പീൽ നൽകുമെന്നും ഭാര്യ മഞ്ജുഷ പറഞ്ഞു. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ സിംഗിൾ ബെഞ്ചാണ് ഹർജിയിൽ വിധി പറഞ്ഞത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജി തള്ളിയ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം തുടരാമെന്നും വ്യക്തമാക്കി. കണ്ണൂർ റേഞ്ച് DIG അന്വേഷണ മേൽനോട്ടം വഹിക്കണം. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ പുരോഗതി DIGയെയും ഹർജിക്കാരിയെയും അറിയിക്കണം. കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്നതടക്കം SIT പരിശോധിക്കണമെന്നും അന്വേഷണത്തിന് ശേഷം ഡ്രാഫ്റ്റ് ഫൈനൽ റിപ്പോർട്ട് DIGക്ക് നൽകി അപ്രൂവൽ വാങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ കോടതി വിധിയിൽ തൃപ്തിയില്ലെന്നും അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും ഭാര്യ മഞ്ജുഷ വ്യക്തമാക്കി. ഏതായാലും ഫൈനൽ അല്ലല്ലോ വിധി, നമുക്ക് മുമ്പോട്ട് പോകാനുള്ള പ്രൊവിഷനുണ്ട്. അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും. പിന്മാറാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ഏതറ്റം വരെയും മുമ്പോട്ട് പോകാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. ഇല്ലാത്തത് കൊണ്ടാണ് ഹൈക്കോടതിയിൽ ഞാൻ ഹർജി സമർപ്പിച്ചത്. അങ്ങനെ തന്നെ നിലനിൽക്കുന്ന സംശയങ്ങൾ. എന്തായാലും പിന്നോട്ട് മാറാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. മുമ്പോട്ട് തന്നെ പോകാൻ തന്നെ തീരുമാനിച്ചു. പ്രതീക്ഷിച്ച വിധിയല്ലെന്നും DIG മേൽനോട്ടത്തിലുള്ള അന്വേഷണം സ്വീകാര്യമല്ലെന്നും നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു. നമുക്കിത് എല്ലാം പറയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനകത്തെ ഡിഫക്റ്റുകളെല്ലാം പോസ്റ്റ്മോർട്ടത്തിലെയും അതുപോലെ ഇൻക്വസ്റ്റിലെയും ഡിഫക്റ്റുകളെല്ലാം നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി മേൽക്കോടതിയെ നമുക്ക് വീണ്ടും ബോധിപ്പിക്കാനേ കഴിയുകയുള്ളൂ. സംതൃപ്തമല്ല. ഞാൻ പ്രതീക്ഷിക്കാത്ത വിധിയായിപ്പോയി. അപ്പീൽ കല്ലാൻ തന്നെ തീരുമാനം. CPIM നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യ പ്രതിയായ കേസിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നായിരുന്നു മഞ്ജുഷയുടെ ഹർജിയിലെ ആക്ഷേപം. നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയമുണ്ടെന്നും കുടുംബം ആരോപിച്ചിരുന്നു. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. കണ്ണൂർ മുൻ ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണത്തിൽ നീതി ലഭിക്കുമെന്ന് കരുതുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CBI അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളി ഹൈക്കോടതി വിധി ശരിയായ വിധിയെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പോലീസ് അന്വേഷണം കൃത്യമായും സുതാര്യമായും ഭംഗിയായും നടത്തണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കുടുംബം അതൊരു നീതി കിട്ടിയില്ല എന്നുള്ളൊരു വിചാരമുണ്ട്. കേരള പോലീസിന്റെ കയ്യിൽ നിന്ന് നീതി കിട്ടുമെന്ന് അവർക്കും പ്രതീക്ഷയില്ല, ഞങ്ങൾക്കും പ്രതീക്ഷയില്ല. കോടതിയുടെ മുമ്പാകെ തെളിവുകളും വസ്തുതകളും വേറെയൊന്നും കാണാത്തത് കൊണ്ട് ആത്മഹത്യ തന്നെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എടുത്ത കേസിന്മേൽ ഫലപ്രദവും കാര്യക്ഷമവുമായ അന്വേഷണം നടത്തണമെന്നും കുടുംബം നൽകിയ പരാതിയുടെ രണ്ടാമത്തെ പരാതിയുടെ ആ ഉള്ളടക്കം പോലീസ് പരിശോധിക്കണമെന്നുമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. തികച്ചും ശരിയായ ഒരു കോടതി വിധിയാണിത്. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് 4 പേർ മരിച്ചു. മാവേലിക്കര സ്വദേശികളാണ് മരിച്ചത്. പരിക്കേറ്റ 24 പേർ ചികിത്സയിലാണ്. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അടിയന്തര അന്വേഷണത്തിന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഉത്തരവിട്ടു. പുലർച്ചെ 6:30യോടെയാണ് അപകടം. കുട്ടിക്കാനത്തു നിന്നും മുണ്ടക്കയത്തേക്കുള്ള ഇറക്കം ഇറങ്ങുന്നതിനിടെ KSRTC ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു. റോഡരികിലെ ബാരിക്കേഡ് ഇടിച്ചു തകർത്ത് ബസ് 30 അടി താഴ്ചയിലേക്ക് പതിച്ചു. 3 KSRTC ജീവനക്കാർ ഉൾപ്പെടെ 37 പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. ഒരു വല്ലാത്തൊരു വളവുണ്ട് അവിടെ. ഞാനൊന്ന് ചവിട്ടിയത് ബ്രേക്ക് കിട്ടി. പക്ഷെ രണ്ടാമതൊന്നൊരു ചവിട്ടി ബസ്സിൽ താഴോട്ടങ്ങ് പോയത്. ബ്രേക്ക് പോയച്ചാന്ന് പറയുകയും ഞാൻ മാക്സിമം ഇടത്തോട്ട് പിടിച്ച് ഞാൻ വളരെ പെയ്യേ വന്നു. മോളിൽ നിന്ന് കുട്ടിക്കാനത്തുനിന്ന് താഴോട്ട് വളരെ പതുക്കെയാണ് വന്നത്. ഞാൻ സ്പീഡിലൊന്നും വന്നില്ല. മാവേലിക്കര സ്വദേശികളായ രമാമോഹൻ, അരുൺ ഹരി, സംഗീത്, ബിന്ദു നാരായണൻ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ 21 പേർ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലും ഗുരുതരമായി പരിക്കേറ്റ 2 പേർ കോട്ടയം മെഡിക്കൽ കോളേജിലും ചികിത്സയിലാണ്. ഒരാൾ പാലയിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിൽ തുടരുന്നു. 2 പേർക്ക് മാത്രമാണ് ഹെഡ് ഇഞ്ചുറി ഉള്ളത്. ആ ഹെഡ് ഇഞ്ചുറി സിവിയർ അല്ലെന്നാണ് ഇവിടുത്തെ ഡോക്ടർമാർ സൂചിപ്പിച്ചത്. എന്നാൽ പോലും ഞങ്ങളത് ബന്ധപ്പെട്ട് നേരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട് CT എടുത്തു കഴിഞ്ഞപ്പോൾ. 5-ാം തീയതി പുലർച്ചെയാണ് KSRTC ബസ്സിൽ തീർത്ഥാടന യാത്രയ്ക്ക് 34 പേരുടെ സംഘം മാവേലിക്കരയിൽ നിന്ന് പുറപ്പെട്ടത്. തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചുവരുന്ന വഴിയാണ് അപകടം. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 24 ഇടുക്കി.
മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. നിലമ്പൂർ DFO ഓഫീസ് ആക്രമിച്ച കേസിൽ PV അൻവർ MLAയുടെ ജാമ്യാപേക്ഷയിൽ കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി. റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇന്ന് തന്നെ അപേക്ഷയിൽ വാദം കേൾക്കും. നിലമ്പൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അപേക്ഷ പരിഗണിക്കുക. PV അൻവറിന്റെ പ്രേരണയിലാണ് DFO ഓഫീസ് ആക്രമിച്ചത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. അറസ്റ്റിനെതിരെ DMK പ്രവർത്തകർ ഇന്ന് വൈകിട്ട് നിലമ്പൂരിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. പ്രതിഷേധക്കാർ ആക്രമിച്ച DFO ഓഫീസ് വനമന്ത്രി AK ശശീന്ദ്രൻ സന്ദർശിച്ചു. വിപിൻ C വിജയൻ നിലമ്പൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. നേരത്തെ ഈ വിഷയത്തിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഇതിൽ PV അൻവർ MLAയുടെ സാന്നിധ്യത്തിൽ പ്രേരണയിലാണ് ഈ ഓഫീസ് ആക്രമണമെന്ന് പോലീസ് സൂചിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ അല്പസമയത്തിനകം പോലീസ് കോടതിയിൽ കൊടുക്കാൻ പോകുന്ന മറുപടിയിൽ, ജാമ്യാപേക്ഷയുടെ മറുപടിയിൽ പോലീസ് റിപ്പോർട്ടിൽ ഇത്തരം പരാമർശങ്ങൾ തന്നെയാകും ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. ഏത് തരത്തിലായിരിക്കും കോടതി അത് പരിഗണിക്കാൻ പോവുക എന്നത് അല്പസമയത്തിനകം അറിയാൻ കഴിയും. അതിനിടെയാണ് വനമന്ത്രി AK ശശീന്ദ്രൻ ആ ഓഫീസ് സന്ദർശിച്ചത്. ഇപ്പോൾ വിപിൻ C വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, ഇതിൽ ജാമ്യാപേക്ഷയിൽ എപ്പോഴാണ് കോടതി വാദം കേൾക്കാൻ പോകുന്നത്? പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ കോടതിയിൽ? പോലീസ് റിപ്പോർട്ട് ഉച്ചയ്ക്ക് ശേഷം സമർപ്പിക്കും. ഉടൻ തന്നെ ഇതിന്റെ വാദ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് അറിയുന്നത്. ഇന്ന് തന്നെ ഒരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്യും. നിലമ്പൂരിന്റെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇപ്പോൾ കേസ് പരിഗണിക്കുന്നത്. ഇന്ന് രാവിലെ കേസ് എടുത്തിരുന്നു. ഉടൻ തന്നെയാണ് പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വാദം കേൾക്കാം എന്നുള്ളതായിരുന്നു കോടതി തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി റിമാൻഡ് നീട്ടുകയാണോ അതോ ജാമ്യം ലഭിക്കുമോ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു കാര്യമുള്ളത്. ഒപ്പം തന്നെ ഇന്ന് ഈ പ്രതിഷേധമൊക്കെ നടന്നിട്ടുള്ള ഈ DFO ഓഫീസിലേക്ക് അവിടുത്തെ സ്റ്റാഫുകളുടെ പ്രതിഷേധമുണ്ടായിരുന്നു. NGO അസോസിയേഷന്റെ ഒക്കെ പ്രതിഷേധം അവിടെ നടക്കുകയും ചെയ്തു. ഇപ്പോൾ വനം മന്ത്രി AK ശശീന്ദ്രൻ നിലമ്പൂരിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഈ PV അൻവറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രേരണയോ ബാഹ്യ ഇടപെടലോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ സമീപകാലത്ത് നിരവധി സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള വന്യമൃഗ ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഏതെങ്കിലും MLA ഇത്തരത്തിലൊരു പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇതിലൊരു അസ്വാഭാവികതയുണ്ട് എന്നുള്ളതാണ്. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴും അതിൽ ഒരു അസ്വാഭാവികത തോന്നാം. അത് ഒരു പക്ഷേ പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കാം. അതേക്കുറിച്ച് താൻ കൂടുതൽ അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും പ്രകോപനമുണ്ടാക്കുന്ന ഒരു പ്രകോപനപരമായി സംസാരിക്കുന്ന ഒരാളാണ് PV അൻവർ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് AK ശശീന്ദ്രന്റെ പ്രതികരണം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയമായി കൂടി വലിയ ചർച്ചകളിലേക്കാണ് PV അൻവറിന്റെ അറസ്റ്റ് നീങ്ങിയത്. UDFന്റെ ഭാഗത്ത് നിന്ന്, കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു പിന്തുണ വലിയ രീതിയിൽ തന്നെ കൂടിയിരിക്കുന്നു. ഇനി ഒരു രാഷ്ട്രീയ ചായ്വ് ഏത് രീതിയിലായിരിക്കും PV അൻവറിന്റെ എന്നുള്ളത് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ അറസ്റ്റ്. അതായത് കൃത്യമായി PV അൻവറിന് ഈ അറസ്റ്റിന് മുൻപും ശേഷവും എന്ന് വേർതിരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും അനൌദ്യോഗിക ചർച്ചകൾ UDFിലേക്ക് PV അൻവറിന്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട അനൌദ്യോഗിക ചർച്ചകൾ നടന്നിട്ടുണ്ട്. അടുത്ത UDF അക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും എന്നുള്ളത് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഒക്കെ ഇതിലൊരു ഇടപെടൽ ഇതിനോട് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഈ റിപ്പോർട്ടിന് പിന്നാലെ ഇന്ന് DMK പ്രവർത്തകർ വൈകിട്ട് നിലമ്പൂരിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. അല്പസമയം മുമ്പാണ് DFO ഓഫീസിൽ വനമന്ത്രി AK ശശീന്ദ്രൻ സന്ദർശനം നടത്തിയത്. വിപിൻ C വിജയനാണ് വിവരങ്ങൾ നൽകിയത്. PV അൻവറിന്റെ അറസ്റ്റിനെ ന്യായീകരിച്ച് വനമന്ത്രിയും CPIM DFO ഓഫീസിൽ അതിക്രമം നടത്തിയതിനാണ് PV അൻവറിനെ അറസ്റ്റ് ചെയ്തതെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. PV അൻവറിന്റെ ജാഥയ്ക്ക് ആളില്ലാത്തതിനാൽ അത് അവസാനിപ്പിക്കാൻ കണ്ടെത്തിയ മാർഗമാണ് പ്രതിഷേധമെന്നായിരുന്നു CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. PV അൻവർ MLAയുടെ അറസ്റ്റിനെ പ്രതിപക്ഷം ഒന്നടങ്കം എതിർക്കുമ്പോഴും പ്രതിരോധം തീർക്കുകയാണ് സർക്കാരും LDFും. പ്രതിഷേധത്തിന്റെ പേരിൽ അക്രമം നടത്തിയെന്നും പൊതുമുതൽ നശിപ്പിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും വനം മന്ത്രി AK ശശീന്ദ്രൻ. പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരെ അതിശക്തമായ നിയമമാണ് ഇന്ന് രാജ്യത്ത് നിലവിലുള്ളത്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വാഭാവികമായ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കുക മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ പുറകിൽ ആരുടെയെങ്കിലും പ്രത്യേകമായ കൈകടത്തലോ ഇടപെടലോ നിർദ്ദേശമോ ഗൂഢാലോചനയോ ഉണ്ടായിട്ടില്ല. അൻവറിന്റെ ജാഥയ്ക്ക് ആളില്ലാത്തതിനാൽ അത് അവസാനിപ്പിക്കാൻ കണ്ടെത്തിയ മാർഗമാണ് DFO ഓഫീസ് പ്രതിഷേധമെന്ന് CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ പ്രതികരിച്ചു. അദ്ദേഹം ഒരു ജാഥ നയിച്ചിരുന്നു. അതിൽ ആളില്ലാത്ത സ്ഥിതിയുണ്ട്. അത് ഏതെങ്കിലും രൂപത്തിൽ അവസാനിപ്പിക്കണം. ആ അവസാനിപ്പിക്കുന്നതിന് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗമാണിത്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് CPM നേതാവ് EP ജയരാജന്റെ പ്രതികരണം. ഇന്ന് രാവിലെ പത്രമെടുത്തപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. നിയമം നിയമത്തിന്റെ വഴിക്ക്
പോലീസ് നടപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ അൻവർ പതിവ് ആരോപണം തുടരുമ്പോൾ ഒറ്റക്കെട്ടായാണ് LDF പ്രതിരോധം. 24 മലപ്പുറം. ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ PV അൻവറിന് രാഷ്ട്രീയ പിന്തുണയേറുന്നു. UDFന്റെ പിന്തുണയ്ക്ക് പിന്നാലെ കത്തോലിക്ക സഭയും അൻവറിന്റെ അറസ്റ്റിനെ വിമർശിച്ചു. PV അൻവറിന്റെ അറസ്റ്റ് കർഷക സമൂഹത്തോടുള്ള വെല്ലുവിളിയെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. അറസ്റ്റ് പ്രതികാര നടപടിയെന്ന് പ്രതിപക്ഷ നേതാവും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അറസ്റ്റ് രീതിയെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും അൻവർ അനുകൂല നിലപാടെടുത്തു. പൊതുമുതൽ നശിപ്പിച്ച കേസിൽ റിമാൻഡിലായ PV അൻവറിന് UDFനു പുറമെ താമരശ്ശേരി രൂപതയുടെ പിന്തുണയും. നിയമസഭ തല്ലിപ്പൊളിച്ചവരെ സംരക്ഷിക്കുന്ന സർക്കാർ സമരം ചെയ്തവരെ വേട്ടയാടുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമസഭ മുഴുവൻ തല്ലി തകർത്ത മന്ത്രി ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കാനുള്ള, MLA ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കാനുള്ള, അവരെ ആരെയും അറസ്റ്റ് ചെയ്തില്ലല്ലോ. ഈ അൻവർ തല്ലി തകർക്കാനൊന്നും പോയില്ലല്ലോ. പൊതു താൽപര്യത്തിനു വേണ്ടി നിന്ന ജനപ്രതിനിധിയോട് ചെയ്യേണ്ടതല്ല ഇന്നലെ ഉണ്ടായതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. എതിരെ നോട്ടീസ് കൊടുത്താൽ വരുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ സിമിലർ കാര്യങ്ങളിലൊക്കെ കേരളത്തിൽ സാധാരണ പോലീസ് എടുക്കുന്ന അതിർവരമ്പുകളൊന്നും പാലിക്കാതെ വലിയ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയെ നേരിടുന്ന തരത്തിൽ പോലീസ് സന്നദ്ധത്തോടുകൂടി വന്ന് വലിയ അറസ്റ്റും കാര്യങ്ങളൊക്കെ, അത് ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഒരാളായതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. അൻവറിന്റെ അറസ്റ്റിനെതിരെ കത്തോലിക്കാ സഭയും രംഗത്തു വന്നത് ശ്രദ്ധേയമായി. കർഷക സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് അറസ്റ്റെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ. PV അൻവറിനെ അറസ്റ്റ് ചെയ്തത് കർഷക സമൂഹത്തോടുള്ള വലിയ വെല്ലുവിളിയാണ്. അദ്ദേഹം ഒരു സഹോദരന്റെ മരണത്തില് പ്രതിഷേധിച്ചു. ആ പ്രതിഷേധിച്ചതിന്റെ പേരിൽ ഈ ആനയെ തടയാനുള്ള ഉത്തരവാദിത്വമുള്ള ഫോറസ്റ്റുകാർക്കെതിരെ കേസില്ല. ആ ആന വന്ന് കൊന്നതിനും കേസില്ല. അതിനെ പ്രതിഷേധിച്ച ഒരാൾക്കെതിരെ കേസെടുക്കുക എന്നുള്ളത് എന്തൊരു അന്യായമാണ്. പിണറായി വിജയൻ കേരള ഹിറ്റ്ലറെന്ന് K മുരളീധരനും കേരളത്തിൽ ഏത് അധികാര ഭ്രാന്ത് പിടിച്ച സർക്കാരാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയും ആഞ്ഞടിച്ചു. PV അൻവറിന്റെ DMKയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നമായ സമയത്താണ് ഈ അറസ്റ്റ് രാഷ്ട്രീയമായി അൻവറിന് നേട്ടമാകുന്നത്. 24 മലപ്പുറം. വനംവകുപ്പ് ഓഫീസ് ആക്രമിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് PV അൻവറിന് രാഷ്ട്രീയ ഉയർത്തെഴുന്നേൽപ്പായി. CPMുമായി തെറ്റിപ്പിരിഞ്ഞ് സ്വന്തം പാർട്ടി ഉണ്ടാക്കി ഒരു മുന്നണിയിലും ഇടം കിട്ടാതെ പോയ അൻവറിനോടുള്ള UDFന്റെ സമീപനം മാറാൻ അറസ്റ്റ് കളമൊരുക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഇത് വ്യക്തമാണ്. സ്വന്തം മുന്നണിയിലോ പാർട്ടിയിലോ അനീതിക്കെതിരെ പോരാട്ടം നടത്തുന്ന നേതാവ് സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിച്ചാൽ മതി. രാഷ്ട്രീയമായി ദുർബലമാകുന്നത് അപ്പോൾ തുടങ്ങും. പ്രത്യേകിച്ചും മുന്നണി സമ്പ്രദായത്തിന് ഞെരുക്കമുള്ള കേരളത്തിൽ. CPIMലും തെറ്റിപ്പിരിഞ്ഞ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള അഥവാ DMK രൂപീകരിച്ച PV അൻവർ ഏതാണ്ട് അത്തരമൊരവസ്ഥയിലായിരുന്നു. എന്നാൽ നിലംപറ്റിക്കിടന്ന PV അൻവറിനും അൻവറിന്റെ പാർട്ടിക്ക് ലഭിച്ച മൃതസഞ്ജീവനിയാവുകയാണ് വീട് വളഞ്ഞുള്ള അറസ്റ്റ്. മുന്നണികൾ കയറിപ്പറ്റാനാകാതിരുന്ന അൻവറിന്റെ തലവര തിരുത്തിയെഴുതാൻ അറസ്റ്റ് ഉപകരിക്കുന്നു. UDFന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം ഘടകകക്ഷികളെ അറിയിക്കണം. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതിന്റെ സമയമായിട്ടില്ല. സമയമാകുമ്പോൾ ആലോചിക്കും. അൻവറിന്റെ UDF പ്രവേശനത്തെ എതിർത്തിരുന്ന VD സതീശന്റെ സമീപനത്തിൽ വന്ന മാറ്റം ഒറ്റപ്പെട്ട സംഭവമല്ല. UDFിലെ ഘടകകക്ഷികളും മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. UDF ആ വിഷയം ചർച്ച ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പ്രതിപക്ഷതാവിനോട് സംസാരിച്ചിരുന്നു, ശ്രീ രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചിരുന്നു, KPCC നേതാക്കളോട് ഇതിൻ്റെ ഇടയിലൊക്കെ പല പ്രാവശ്യം സംസാരിച്ചിരുന്നു. ഞങ്ങൾ പാർട്ടിയിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ച വന്നിരുന്നു. CMP ജനറൽ സെക്രട്ടറി CP ജോണും അൻവറിന്റെ UDF പ്രവേശനത്തെ അനുകൂലിക്കുന്നുണ്ട്. രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയാൽ ആലോചിക്കാവുന്ന തലത്തിലേക്ക് RSPയും എത്തിയിരിക്കുന്നു. ഫലത്തിൽ അറസ്റ്റോടെ അൻവറിന്റെ രാഷ്ട്രീയ ശനിദശ മാറുകയാണ്. വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തവർക്ക് ശുക്രദശ ഉദിച്ചതാണ് കേരള രാഷ്ട്രീയത്തിലെ സമീപകാല അനുഭവം. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അതിന്റെ ഏറ്റവും നല്ല തെളിവ്. 24 തിരുവനന്തപുരം. നടി ഹണി റോസിനെതിരായ സൈബർ ആക്രമണത്തിൽ ഒരാൾ അറസ്റ്റിൽ. എറണാകുളം കുമ്പളം സ്വദേശി ഷാജിയെയാണ് സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പരാതിയിൽ 27 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ദ്വയാർത്ഥ പ്രയോഗം നടത്തി ഒരു വ്യക്തി അപമാനിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി ഹണി റോസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലാണ് അശ്ലീല കമന്റുകൾ നിറഞ്ഞത്. സംഭവത്തിൽ 27 പേരുടെ ഫേസ്ബുക്ക് ID സഹിതം എറണാകുളം സെൻട്രൽ പോലീസിൽ നടി ഇന്നലെ പരാതി നൽകിയിരുന്നു. ഇതിലൊരാളായ കുമ്പളം സ്വദേശി ഷാജിയെ രാവിലെ എറണാകുളം പനങ്ങാട് നിന്ന് പിടികൂടി. ശേഷിക്കുന്ന 26 പേരെയും പോലീസ് തിരിച്ചറിഞ്ഞു. ഇവർക്കു വേണ്ടിയുള്ള തിരച്ചിലും നടക്കുകയാണ്.
IT ആക്ടിലെ വിവിധ വകുപ്പുകൾക്ക് പുറമെ ലൈംഗികാതിക്രമത്തിന്റെ പരിധിയിൽപ്പെടുന്ന 1 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. 24 കൊച്ചി. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക്. തലശ്ശേരി മേലൂർ ഇരട്ടക്കൊലപാതക കേസിൽ 5 പ്രതികളുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളി. CPM പ്രവർത്തകരുടെ അപ്പീലാണ് തള്ളിയത്. ജീവപര്യന്തം ശിക്ഷ ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെയായിരുന്നു പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അച്യുതൻ, എന്താണ് കോടതി വിധിയുടെ വിശദാംശങ്ങൾ? ഏത് പശ്ചാത്തലത്തിലാണ് ഇവരുടെ അപ്പീൽ സുപ്രീം കോടതി ഇപ്പോൾ നിരാകരിച്ചിരിക്കുന്നത്? വിജയകുമാർ, ഈ 2002 ഈ കൊലപാതകം അന്ന് നടക്കുന്നത്. അന്ന് ഈ CPM വിട്ട് RSSൽ ചേർന്ന സുജിഷും സുനിലും അതിന് പിന്നാലെ കൊല്ലപ്പെടുകയായിരുന്നു. ഇതിൽ കൊല്ലപ്പെട്ട ഒരാൾ എന്നുള്ളത് CPM തലശ്ശേരി ഏരിയ സെക്രട്ടറി എന്ന പുഞ്ചയിൽ ഈ നാണുവിൻ്റെ ബന്ധു കൂടിയായിരുന്നു. ഈ കേസിൽ ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷയാണ് പ്രതികൾക്ക് വിധിച്ചത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി വിധിക്കെതിരെയാണ് 5 പ്രതികൾ സുപ്രീം കോടതിയിൽ CPM പ്രതികളായിട്ടുള്ള 5 പേർ സുപ്രീം കോടതിയിൽ സമീപിക്കുന്നതും അവരുടെ അപ്പീലാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. അതായത് ആ വിധിയിൽ ഇടപെടേണ്ടതില്ല എന്നത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ദീർഘവാദമോ ഒന്നും തന്നെ ഇതിലേക്ക് നടന്നിട്ടില്ല. മറിച്ച് ഈ ഹൈക്കോടതിയുടെ വിധിയിൽ ഇനി ഇടപെടേണ്ട എന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി CPM ആയിട്ടുള്ള 5 പ്രതികളുടെയും അപ്പീൽ തള്ളിയിരിക്കുന്നത്. വിജയകുമാർ. CPM പ്രവർത്തകരുടെ അപ്പീൽ തള്ളി. ജീവപര്യന്തം ശിക്ഷ ശരിവെച്ച ഹൈക്കോടതി വിധി അത് നിലനിൽക്കും, അതിൽ ഇടപെടേണ്ട സാഹചര്യമില്ല എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയത്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളെയും കുടുംബത്തെയും CPM നേതാക്കൾ സന്ദർശിച്ച സംഭവം പാർട്ടി ബന്ധം തെളിയിക്കുന്നതാണെന്ന് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം. കൊലപാതകത്തിലെ കണ്ണൂർ ബന്ധം തെളിയിക്കുന്നതാണ് P ജയരാജന്റെ ജയിൽ സന്ദർശനമെന്ന് K മുരളീധരനും VD സതീശനും ആരോപിച്ചു. അതിനിടെ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികൾ CBI കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 9 പ്രതികളെ കണ്ണൂർ ജയിലിലേക്ക് മാറ്റുമ്പോഴായിരുന്നു CPIM പ്രവർത്തകരുടെ ആവേശപ്രകടനം. ഇതിന് പിന്നാലെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണന്റെയും CH കുഞ്ഞമ്പു MLAയുടെയും നേതൃത്വത്തിൽ മുഖ്യപ്രതി പീതാംബരൻ ഉൾപ്പെടെയുള്ളവരുടെ വീടുകൾ സന്ദർശിച്ചു. ഇതോടെയാണ് ജയിൽ മാറ്റം പ്രതികളുടെ സുഖചികിത്സയ്ക്കെന്നാരോപിച്ച് ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ രംഗത്ത് വന്നത്. ഇപ്പോൾ നടക്കുന്ന ഈ ജയിൽ മാറ്റം അതിനിപ്പോൾ ഇതേ ജഡ്ജിയുടെ അടുത്ത് തന്നെ നമ്മൾ റീപെറ്റീഷൻ കൊടുക്കാൻ പോവുകയാണ്. കൊലപാതകത്തിലെ ഗൂഢാലോചനയ്ക്ക് പിന്നിലെ CPIM നേതാക്കളുടെ പങ്ക് ഇതോടെ വ്യക്തമായെന്ന് K മുരളീധരൻ. ജനപ്രതിനിധിയായിരുന്ന ഒരു വ്യക്തി തന്നെ ഇങ്ങനെ പരസ്യമായി നിയമലംഘനത്തിന് നേതൃത്വം നൽകുമ്പോൾ CPM ആരാണെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. തീവ്രവാദ സംഘടനകളെ പോലും ലജ്ജിപ്പിക്കും വിധമാണ് CPIMന്റെ പ്രവർത്തനമെന്നും P ജയരാജനെ ജയിൽ ഉപദേശക സമിതി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള നാണക്കേടാണിത്. കേരളത്തിന് അപമാനമാണ്. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ നിരപരാധികളെന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ടെന്ന് P ജയരാജൻ. നിരപരാധികൾ ആ കേസിലുണ്ടെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആ കേസിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് UDF ചെയ്തത്. കേസിൽ വെറുതെ വിട്ട 10 പേരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. 24 കാസർഗോഡ്. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ണൂർ കക്കയങ്ങാട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കുടുങ്ങിയ പുലിയെ ഉടൻ കൂട്ടിലേക്ക് മാറ്റും. 2 റൗണ്ട് മയക്കുവെടി വെച്ച ശേഷമാണ് പുലിയെ കൂട്ടിലേക്ക് മാറ്റുന്നത്. പന്നിക്കണിയിലാണ് അവിടെ പുലി കുടുങ്ങിയത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. അരുൺ, 2 റൗണ്ട് മയക്കുവെടി വെച്ചു, പുലിയെ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, ഇപ്പോൾ ഈ പുലിയെ കൂട്ടിലേക്ക് മാറ്റുന്ന നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ മാറിയാണ് ഈ പുലി കെണിയിൽ കുടുങ്ങിയത്. അവിടെ ഈ മയക്കുവെടി വെക്കുന്ന പ്രത്യേക സംഘം എത്തി. അതിനുശേഷം അവർ പ്രാഥമിക പരിശോധന നടത്തി കൃത്യമായി മയക്കുവെടി വെക്കാൻ പറ്റുന്ന സാഹചര്യമാണെന്ന് വിലയിരുത്തി. അതിനുശേഷം 2 റൗണ്ട് മയക്കുവെടി വെച്ചു എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഈ പുലി മയങ്ങുന്നതിന് വേണ്ടി കാത്തിരുന്നു. അതിനുശേഷമാണിപ്പോൾ ഈ ഇവിടെ എത്തിച്ചിട്ടുള്ള കൂട്ടിലേക്ക് ഈ പുലിയെ, ഇരുമ്പ് കൂട്ടിലേക്ക് പുലിയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്.
വയനാട്ടിൽ നിന്നെത്തിയ വെറ്റിനറി സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘമാണ് ഈ മയക്കുവെടി വെച്ചത്. അവരുടെ ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഈ പുലി പൂർണ്ണമായും മയങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ വാഹനം, അതായത് കൂട് ഘടിപ്പിച്ചിട്ടുള്ള വാഹനം അവിടെ തൊട്ടടുത്ത് തന്നെ എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പുലിയെ ഇപ്പോൾ ഈ കൂട്ടിലേക്ക് മാറ്റുന്ന നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ കാണാം. നിലവിൽ ഈ മയക്കുവെടി സംഘത്തിനൊപ്പവും വനം വകുപ്പ് RRT ടീം ഉൾപ്പെടെ അതിനുവേണ്ടി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി RRT ടീമും ഉണ്ട്. ഇതൊരു ജനവാസ മേഖലയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ തോതിൽ ഈ പുലി കുടുങ്ങിയിട്ടുണ്ട് എന്നറിഞ്ഞ് ജനങ്ങളും ഇവിടെ നാട്ടുകാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസിന്റെ സംവിധാനവുമുണ്ട്. വടമൊക്കെ കെട്ടി 50 മീറ്റർ ഇപ്പുറമാണ് നാട്ടുകാരെ ഉൾപ്പെടെ നിർത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് ഈ പുലിയെ ഇത്തരത്തിൽ കെണിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഒരു വീട്ടുപറമ്പാണ്. കാക്കയങ്ങാട് ടൗണിനോട് തൊട്ട് സമീപമുള്ള ഒരു ജനവാസ മേഖല കൂടിയാണ്. നേരത്തെ ഈ നാട്ടുകാരുടെ ആശങ്കയൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ സ്ഥിരമായി ഈ മേഖലയിലേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കയൊക്കെ അവർ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നേരത്തെ ഈ പഞ്ചായത്ത് മെമ്പറൊക്കെ പറഞ്ഞിരുന്നു ഇതിനു മുമ്പും ഈ പുലിയെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും വലിയ ആശങ്കകൾക്കൊടുവിൽ ഇപ്പോൾ പുലിയെ പിടികൂടിയിട്ടുണ്ട്. 2 റൗണ്ട് മയക്കുവെടി വെച്ച് ഇപ്പോൾ പുലിയെ പിടികൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ സുരക്ഷിതമായി കൂട്ടിലേക്ക് മാറ്റിയതിനു ശേഷം ഇവിടെ നിന്ന് കൊണ്ടുപോകും. എവിടെയാണ് ഇതിനെ തുറന്നുവിടുക എന്ന കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവിടെ DF ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ ക്യാമ്പ്. ശരി അരുൺ, എന്തായാലും 2 റൗണ്ട് മയക്കുവെടി വെച്ചു. പുലി മയങ്ങിയിട്ടുണ്ട്. കൂട്ടിലേക്ക് മാറ്റുകയാണ്. എവിടെയാണ് തുറന്നു വിടുക എന്ന് തീരുമാനിച്ചിട്ടില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. CPM നേതൃത്വത്തോട് കടുത്ത അതൃപ്തിയുമായി കോട്ടയത്തെ മുതിർന്ന നേതാവ് സുരേഷ് കുറുപ്പ്. ജൂനിയർ ആയവർക്ക് പാർട്ടി കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നാണ് പരാതി. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് സുരേഷ് കുറുപ്പ് വ്യക്തമാക്കുന്നു. ജില്ലാ സമ്മേളനത്തിന്റെ അവസാന ദിവസം പങ്കെടുക്കാതിരുന്നത് അതൃപ്തിയെ തുടർന്നാണ് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് CPM നേതൃത്വം തയ്യാറല്ല. ഞങ്ങൾ സുരേഷ് കുറുപ്പിനെ അംഗീകരിക്കുന്നു, മാനിക്കുന്നു, ബഹുമാനിക്കുന്നു. സുരേഷ് കുറുപ്പിന്റെ അംഗീകാരത്തെ എല്ലാം ഞങ്ങൾ വലിയ നിലയിൽ കാണുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് അങ്ങനൊരു തീരുമാനം ഞങ്ങൾ എടുത്തില്ല. തുടർന്ന് സുരേഷ് കുറുപ്പ് പാർട്ടി കമ്മിറ്റികളിൽ വരുന്നില്ല. അദ്ദേഹം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതാണ് വസ്തുത. പാർട്ടി പറയുന്ന പരിപാടികൾക്കെല്ലാം പോകാറുണ്ട് കേട്ടോ. നിങ്ങൾ പറഞ്ഞ ഒരു അസംതൃപ്തി ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഇന്നലെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും സുരേഷ് കുറുപ്പിനെ ഒഴിവാക്കിയപ്പോൾ ജില്ലാ സെക്രട്ടറി പറഞ്ഞ വിശദീകരണമാണിത്. എന്നാൽ ഇതൊന്നും സുരേഷ് കുറുപ്പ് ശരിവെക്കുന്നില്ല. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല. 3 വർഷം മുൻപ് താൻ നൽകിയ കത്ത് പരിഗണിച്ചാണ് ഇപ്പോൾ പുറത്താക്കിയത്. പാർട്ടിയുടെ നിലപാടുകളിൽ കടുത്ത അതൃപ്തിയും സുരേഷ് കുറുപ്പിനുണ്ട്. മുതിർന്ന നേതാവായിട്ടും തന്നെ പാർട്ടി കാര്യമായി പരിഗണിക്കുന്നില്ല. പുതിയ ആളുകൾക്ക് അമിത പരിഗണന നൽകുന്നു. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും സുരേഷ് കുറുപ്പ് പറയുന്നുണ്ട്. സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാകുന്നില്ലെന്ന വിമർശനമാണ് പാർട്ടിക്കുള്ളത്. സുരേഷ് കുറുപ്പിന്റെ അതൃപ്തിയിൽ പ്രതികരണത്തിന് പാർട്ടി നേതൃത്വം തയ്യാറായിട്ടില്ല. 1984 വീശിയടിച്ച ഇന്ദിരാ തരംഗത്തിലും കോട്ടയം പാർലമെന്റ് സീറ്റിൽ അട്ടിമറി വിജയം നേടിയ സുരേഷ് കുറുപ്പ് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലും UDF കോട്ടയിൽ വിള്ളൽ വീഴ്ത്തി കരുത്തുകാട്ടിയിരുന്നു. നിയമസഭയിലേക്കും 2 തവണ വിജയിച്ചിട്ടുണ്ട്. 1ാം പിണറായി സർക്കാരിന്റെ സമയത്ത് സ്പീക്കർ സ്ഥാനത്തേക്ക് പേരുയർന്നു വന്നതാണ്. എന്നാൽ പരിഗണിച്ചില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല. ജൂനിയറായവർക്ക് കൂടുതൽ പരിഗണന പാർട്ടി നൽകുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പരസ്യ പ്രതികരണമടക്കം സുരേഷ് കുറുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. 24ന്റെ പ്രത്യേക ക്യാമ്പയിൻ തുടരുന്നു. സൈബർ ബലിയാടുകൾ. സൈബർ ആക്രമണത്തിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഇരയാണ് KK രമ MLA. ആശയപരമായ പോരാട്ടത്തിന് പകരം സൈബർ ആക്രമണങ്ങളിലൂടെ മാനസികമായി തകർക്കുകയാണെന്നും ശക്തമായ നിയമനിർമ്മാണമാണ് ഇക്കാര്യത്തിൽ വേണ്ടതെന്നും KK രമ 24നോട് പറഞ്ഞു. പോലീസ് സംവിധാനത്തിൽ വിശ്വാസമില്ലെന്നും സൈബർ ആക്രമണത്തിൽ ഇനി പരാതി നൽകില്ല എന്നും KK രമ വ്യക്തമാക്കി.
എല്ലാം നഷ്ടപ്പെട്ട് ഇനി നാളെ എന്നില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് നോക്കാം. മോൻ കയ്യിലുണ്ട്, പക്ഷേ നമുക്കെല്ലാമായിരുന്ന ഒരു ഇത് നഷ്ടപ്പെടുന്നതുമല്ല, നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വേദനയുണ്ട്. മാനസികമായ പ്രശ്നം, വലിയ ട്രോമയിൽ കൂടിയാണല്ലോ ഓരോ ദിവസവും കടന്നു പോയത്. ഒരു പക്ഷേ എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് പോലും അറിയാത്ത ഒരു ഘട്ടമുണ്ടായിരുന്നു. അവിടെയാണ്, ആ സമയത്താണ് ഇത് കേൾക്കേണ്ടി വന്നത് എന്നതാണ് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ. അനുഭവിച്ച മാനസിക സംഘർഷം ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. TP ചന്ദ്രശേഖരന്റെ മരണശേഷം KK രമ അനുഭവിച്ചത് സമാനതകളില്ലാത്ത സൈബർ ആക്രമണമാണ്. കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ, വിശേഷണങ്ങൾ, ഇവയ്ക്ക് മുന്നിൽ ആദ്യമൊന്നു പതറി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങിയപ്പോൾ നേരിട്ട സൈബർ ആക്രമണം ഏറ്റവും വലുത്. ഞാൻ വിചാരിക്കുന്നു ബലാത്സംഗം ചെയ്യുക എന്ന് ആളുകളെ പറയും. ബലാത്സംഗം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ശരീരത്തിനേൽക്കുന്ന മുറിവാണ്, അതിലേറെ മുറിവാണ്. ഇത് മറ്റൊരു തരം ബലാത്സംഗമാണ്. ഈ ഒരു മാനസികമായ ഒരു വ്യക്തിയെ തകർക്കാൻ വേണ്ടി, ഒരു സ്ത്രീയെ തകർക്കാൻ വേണ്ടി അവരെ ഈ തരത്തിൽ പറയുകയും ചെയ്യുക എന്നുള്ളത്. രാഷ്ട്രീയ എതിരാളികൾ ഒരു ദയവുമില്ലാതെ ഇത് തുടർന്നതിന്റെ തെളിവായിരുന്നു നിയമസഭാ കയ്യാങ്കളിയിലും നേരിട്ട സൈബർ ആക്രമണം. എനിക്കന്ന് എൻ്റെ കൈക്ക് എൻ്റെ ലിഗമെൻ്റ് 3 ലിഗമെൻറ്റിനാണ് ഇഞ്ചുറി പറ്റിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു 3 മാസത്തോളം ഞാൻ കൈ പ്രശ്നമായി കിടന്നു. അതിന് തുടർന്ന് ഇങ്ങോട്ട് കിട്ടിയ സൈബർ ആക്രമണം എന്ന് പറയുന്നത് ചെറുതല്ല, അതും വിവരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ളതാണ്. നടിയാണ്, നാടക നടിയാണ്, അഭിനയമാണ് എന്ന് പറഞ്ഞ് അതും ഒരു MLA തന്നെ ആദ്യം തന്നെ അതിനെതിരെ സംസാരിക്കുന്നു. ഓരോ തവണയും പരാതി നൽകും, പക്ഷേ തുടർ നടപടി ഉണ്ടാകുന്നില്ല. സൈബർ ആക്രമണങ്ങളോടുള്ള ഇപ്പോഴത്തെ സമീപനം ഇതാണ്. ഇപ്പം ഞാൻ നിർത്തി. എന്തിനു കൊടുക്കുന്നത്? നമ്മളെ സമയം വെറുതെ അതിന് വേണ്ടി ചിലവഴിക്കും, കളയണോ? അതുകൊണ്ട് അതും നിർത്തി ഞാൻ. ഞാനിപ്പോൾ അതിനെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. TP വധത്തിന് പിന്നാലെ കേരളം കേട്ട KK രമയുടെ പ്രതികരണം ഇതായിരുന്നു: കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാവില്ല. സൈബർ ആക്രമണങ്ങളോടുള്ള KK രമയുടെ നിലപാടും ഇതുതന്നെയാണ്. മാനസികമായി കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാവില്ല. ശരീരത്തിനേൽക്കുന്ന മുറിവിനേക്കാൾ എത്രയോ ഭയാനകമാണ് മനസ്സിനേൽക്കുന്ന മുറിവ്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടിയാണ് സൈബർ ആക്രമണങ്ങൾക്കെതിരെ വേണ്ടത്. മുനീഫ് തിരൂരിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. സൈബർ ആക്രമണം നടത്തുന്നവരുടേത് വൃത്തികെട്ട സംസ്കാരമെന്ന് K മുരളീധരൻ 24നോട്. സൈബർ ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കാൻ പോലീസിനാകുന്നില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പോലും സൈബർ ആക്രമണത്തിന് വിധേയമാകുന്നു. CPM-നെതിരെ സൈബർ ആക്രമണം ഉണ്ടായാൽ മാത്രം നടപടിയെടുക്കുന്നുവെന്നും K മുരളീധരൻ പറഞ്ഞു. നമ്മുടെ ഒരു സംസ്കാരത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് നാഥനില്ലാതെ ആർക്കെങ്കിലും പ്രധാനപ്പെട്ടവർക്കെതിരായി വരുന്ന ഏത് ആക്രമണങ്ങളെയും ചെറുത്തു നിൽക്കാൻ സൈബർ പോലീസിന് കഴിയണം. പക്ഷെ ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ അവർക്കതിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ കാര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടിയുണ്ട്. എന്ത് ചെയ്താലും ആരും ചോദിക്കില്ല, പേരിനുള്ള നടപടി മാത്രമാണ് എന്ന് വന്നാൽ ആർക്കും എന്തും പറയാനുള്ള ധൈര്യം ഉണ്ടാവും. ഇപ്പോൾ സൈബർ രംഗത്ത് നടക്കുന്നത് CPM-നെതിരായിട്ട് വല്ലതും പറഞ്ഞാൽ മാത്രം ഒരു ആക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ പോരാ. ഞാൻ പറയുന്ന ആർക്കെതിരായിട്ട് ആര് പറഞ്ഞാലും അതിനെതിരെ നടപടിയെടുക്കണം. എങ്കിൽ മാത്രമേ ഈ ഏർപ്പാട് നിൽക്കൂ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. നാളെ നടക്കാനിരുന്ന സ്പേസ് ഡോക്കിംഗ് ദൗത്യം ISRO മാറ്റിവെച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഈ മാസം 9-ലേക്കാണ് ദൗത്യം മാറ്റിയത്. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നാണ് ദൗത്യം മാറ്റിയത് എന്ന് ചെന്നൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. റഹീസ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ISRO ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു വാർത്താക്കുറിപ്പോ മറ്റോ ഇറക്കിയിട്ടുണ്ടോ? വിജയകുമാർ, നാളെ രാവിലെ 9 മണിക്കും 10 മണിക്കും ഇടയിലാണ് ഇന്ത്യ ഏറ്റവും അധികം പ്രതീക്ഷിക്കപ്പെടുന്ന സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് നടക്കും എന്ന് നമുക്ക് അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇതിനുള്ള മീഡിയ രജിസ്ട്രേഷൻ നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ അതിന് വന്ന ഒരു റിപ്ലൈ മെയിലിലൂടെയാണ് ഇത്തരത്തിൽ ഈ സ്പേസ് ഡോക്കിംഗ് മാറ്റിവെച്ചു എന്നുള്ള കാര്യം വ്യക്തമായത്. അതായത് നിലവിൽ വ്യാഴാഴ്ചത്തേക്കാണ് സ്പേസ് ഡോക്കിംഗ് മാറ്റിവെച്ചത് എന്നാണ് അറിയിക്കുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി എന്തുകൊണ്ട് മാറ്റിവെച്ചു എന്ന് ISRO പറയുന്നില്ല. അപ്പോഴും 66 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്ന ഒരു ദൗത്യമായി ISRO സ്പേസ് ഡോക്കിംഗ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ഉപഗ്രഹങ്ങളും ഓർബിറ്റിൽ കൃത്യമായ അകലത്തിൽ വന്നാൽ മാത്രമേ അതിലെ ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. ഓരോ മിനിറ്റിലും ഇത് കൃത്യമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായ ഒരു അകലത്തിൽ എത്തിയിട്ടില്ല 2 പേടകങ്ങളും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഓരോ നിമിഷവും കൃത്യമായി വീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ചലനങ്ങൾ മനസ്സിലാക്കി മാത്രമേ ഈ
പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ നാളെ രാവിലെ 9 മണിക്കും 10 ഇടയിൽ ഡോക്കിംഗ് നടക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭ്രമണപഥത്തിൽ ഉണ്ടാകുന്ന ഏതൊരു ഡിസ്റ്റർബൻസും ഏതൊരു സാഹചര്യവും ഈ ഡോക്കിങ്ങിനെ ബാധിക്കാം. ഇത് വീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡോക്കിംഗ് എന്തായാലും വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. വ്യാഴാഴ്ചയും ഈ സമയം കൃത്യമായി മനസ്സിലാക്കാൻ ഇതുവരെ അല്ലെങ്കിൽ പുറത്തുവിടാൻ ഇതുവരെ ISRO തയ്യാറായിട്ടില്ല. വിജയകുമാർ. നാളെ നടക്കാനിരുന്ന ISROയുടെ സ്പേസ് ഡോക്കിംഗ് ദൗത്യമാണ് മാറ്റിയത്. ഈ മാസം 9 മാറ്റി. സാങ്കേതിക പ്രശ്നങ്ങൾ എന്ന് മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. ഗൗരവമുള്ള പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും വിലയിരുത്തുന്നത്. ഒരു ചരിത്ര ദൗത്യത്തിനായിരുന്നു സാക്ഷിയാകേണ്ടത്, പക്ഷേ അത് 9 മാറ്റി എന്നേ ഉള്ളൂ. മറ്റു പ്രശ്നങ്ങളില്ല എന്ന് ISRO അറിയിച്ചിട്ടുണ്ട്. മുഹമ്മദ് റയീസാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പുരസ്കാരം 24-ന്. മാധ്യമശ്രീ പുരസ്കാരത്തിന് 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ അർഹനായി. ഫ്ലവേഴ്സ് പ്രോഗ്രാം പ്രൊഡ്യൂസർ രാജേഷ് ആർ നാഥിന് പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചു. ന്യൂസ് മിനിറ്റ് ചീഫ് എഡിറ്റർ ധന്യ രാജേന്ദ്രൻ മാധ്യമരത്ന പുരസ്കാരത്തിന് അർഹയായി. തിരുവനന്തപുരം പ്രസ് ക്ലബിനാണ് മികച്ച പ്രസ് ക്ലബിനുള്ള പുരസ്കാരം. ഈ മാസം 10-ന് കൊച്ചിയിൽ പുരസ്കാരം വിതരണം ചെയ്യും. സർഗാലയ മാധ്യമ അവാർഡ് പ്രഖ്യാപിച്ചു. ദൃശ്യമാധ്യമ അവാർഡിന് 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം അർഹനായി. മാതൃഭൂമി ലേഖകൻ മനോജ് കുമാറിനാണ് അച്ചടി മാധ്യമ അവാർഡ്. ഇന്ന് വൈകിട്ട് നടക്കുന്ന സർഗാലയ അന്താരാഷ്ട്ര കരകൗശലമേളയുടെ സമാപന സമ്മേളനത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ പുരസ്കാരം സമ്മാനിക്കും. ഇനി നോക്കാം ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി തീർത്ഥാടകരുടെ എണ്ണത്തിൽ നേരിയ കുറവ്. ഇന്ന് ഉച്ചവരെ 45,000-ഓളം പേർ ദർശനം നടത്തി. തിരക്ക് കുറഞ്ഞതിനാൽ പമ്പയിൽ നിയന്ത്രണങ്ങളില്ല. പകൽ സമയങ്ങളിൽ മല കയറുന്ന ഭക്തർക്ക് സുഖദർശനമാണ്. ഇന്ന് 70,000 പേരാണ് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നലെ 87,028 പേർ ദർശനം നടത്തി. സ്പോട്ട് ബുക്കിംഗ് വഴി 23,562 പേരും പുല്ലുമേട് പാതയിൽ 3,439 പേരും ദർശനത്തിനെത്തി. 24-ഉം പോത്തൻകോട് ശാന്തിഗിരി ആശ്രമവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റ് തിരുവനന്തപുരത്ത് തുടരുകയാണ്. ഫെസ്റ്റിന്റെ ഭാഗമായി അലങ്കാര സസ്യങ്ങളുടെ വിപണനമേള ഇന്ന് തുടങ്ങി. വിജിലൻസ് SP ES ബിജുമോൻ കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു. അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. 24 ന്യൂസും ശാന്തിഗിരി ആശ്രമവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റിൽ പുതിയൊരു കൗണ്ടർ കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ കൗണ്ടറിലാണ്. അലങ്കാര സസ്യങ്ങളുടെ വിപണനമേളയാണ് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കൂടെ ഇപ്പം പ്ലാന്റ് പാർക്ക് മാനേജർ ചേട്ടനുണ്ട്. ചേട്ടാ, എത്ര വെറൈറ്റി ചെടികളുണ്ട്? വിദേശിയും സ്വദേശിയായിട്ട് 500 വെറൈറ്റിയോളം ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്കിവിടെ സെയിൽ എന്ന് പറയുന്നത് അഡീനിയത്തിൻ്റെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഹൈഡ്രേഞ്ചിയുടെ പല വെറൈറ്റികളുണ്ട്. വിവിധ തരം റോസുകൾ വന്നിട്ടുണ്ട്. പിന്നെ ബിഗോണിയയുടെ വിദേശ കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ വിവിധ തരം ചെമ്പരത്തികൾ വന്നിട്ടുണ്ട്. പിന്നെ സെക്കുലൻസ് ആണ് ഇപ്പോഴത്തെ ഇൻഡോർ പ്ലാന്റുകളായിട്ട് ഉപയോഗിക്കുന്ന സെക്കുലൻസുകൾ. അതൊരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. പിന്നെ വിവിധ തരം ബൊഗൈൻവില്ലയുടെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ എത്ര രൂപ മുതലുള്ള ചെടികളാണുള്ളത്? 50 രൂപ മുതൽ ഏകദേശം ഒരു 4,500 രൂപ വരെ വിലയുള്ള ചെടികൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനകത്തും പുറത്തും വയ്ക്കാവുന്ന, ഹാങ് ചെയ്തിടാവുന്ന അങ്ങനെ ഓർണമെൻ്റൽ പ്ലാന്റുകളാണ് ഞങ്ങളിൽ കൂടുതലായിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള സസ്യങ്ങളാണ് ഇവിടെ കൂടുതലായും വിൽപ്പനയ്ക്കുള്ളത്. ആദ്യ വിൽപ്പന വിജിലൻസ് SP ES ബിജുമോൻ അദ്ദേഹം നിർവഹിച്ചു. അദ്ദേഹമാണ് ഈ കൗണ്ടറിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചത്. എന്തായാലും ജനുവരി 19 വരെയാണ് ശാന്തിഗിരി ഫെസ്റ്റ്. ആദ്യം മുതൽ തന്നെ കാണുന്ന ആ ജനത്തിരക്ക് ഇപ്പോഴും ശാന്തിഗിരി ഫെസ്റ്റിലുണ്ട്. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി ഈ കൗണ്ടറുകൾ കൂടി ഒന്ന് പരീക്ഷിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ശാന്തിഗിരിയിൽ നിന്നും മനീഷിനൊപ്പം അജീഷ് ജയകുമാർ, 24. ചവിട്ട് നാടകത്തിൻ്റെ പ്രാധാന്യം കുറിക്കുന്ന മംഗളഗാനത്തോടെ ഈ നാടകം ഇവിടെ പൂർണ്ണമാകും. ദൈവത്തിനും സദസ്യർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നാടക കലാകാരന്മാർ മംഗളം പാടി ചുവടുവയ്ക്കുന്നു. നിധിമാനായി വണ മാറിയോസേ പിൻ തൃപാദം
കുമ്പിട്ടു വണങ്ങിടുന്നിതാ, ഞങ്ങളൊന്നായി കുമ്പിട്ടു വണങ്ങിടുന്നിതാ, ഞങ്ങളൊന്നായി ഗോത്രപിതാക്കളുടെ പ്രകാശമായി വണ, പ്രകാശമായി വണ ദൈവമാതാവിൻ ഭർത്താവേ, നീ പാലകനെ ദൈവമാതാവിൻ ഭർത്താവേ, നീ പാലകനെ ദൈവമാതാവിൻ ഭർത്താവേ, നീ പാലകനെ ദൈവമാതാവിൻ ഭർത്താവേ, നീ പാലകനെ താം ചെയ്തത്താം തകര തിരിത്താ തിന്നത്തം തിന്നത്തം തത്തിന്തകത്തം. ക്ഷമയുടെ ദർപ്പണമേ, ക്ഷമയുടെ ദർപ്പണമേ, രോഗികൾക്കാശ്രയമേ, രോഗികൾക്കാശ്രയമേ, ഭൂലോക ദോഷങ്ങൾ നീക്കും മഹധീരനേ, ഭൂലോക ദോഷങ്ങൾ നീക്കും മഹധീരനേ. ബ്രഹ്മചാര്യത്വത്തിന്റെ മാതൃകയായി മേവും, മാതൃകയായി മേവും നരകത്തെ ജയിച്ച മധ്യസ്ഥ മാർയൗസേപ്പേ, നരകത്തെ ജയിച്ച മധ്യസ്ഥ മാർയൗസേപ്പേ, നരകത്തെ ജയിച്ച മധ്യസ്ഥ മാർയൗസേപ്പേ, നരകത്തെ ജയിച്ച മധ്യസ്ഥ മാർയൗസേപ്പേ. താം ചെയ്തത്താം തകര തിരിത്താ തിന്നത്തം തിന്നത്തം തത്തിന്തകത്തം. വരൂ 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 വരൂ. അടിപൊളി അടിപൊളി അല്ലേ? നല്ല ചൂടാണ്, പക്ഷെ അവരുടെ എനർജി ലെവലിന് ഒരു കുറവില്ല. അടിപൊളി. അപ്പൊ നിങ്ങൾ ഹൈസ്കൂൾ വിഭാഗം ചവിട്ട് നാടകം അല്ലെ? ഏത് ജില്ലയാണ് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ഏതാണ് സ്കൂൾ? പറയൂ. കിതപ്പൊക്കെ മാറിയോ? ടൈം എടുക്കും അല്ലേ? ആരാ സംസാരിക്കാം? എറണാകുളം ജില്ലയിലെ സെന്റ് തെരേസ സ്കൂളിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ 10 പേരും സത്യത്തിൽ ഒരു കുടുംബം പോലെയാണ് ഇത് തുടങ്ങിയപ്പോ മുതൽ തന്നെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അല്ല അല്ല എന്താ പറയുമ്പോ നമ്മളെ കൊച്ചിക്കാരുടെ ഒരു സ്ലാങ് ഉണ്ടല്ലോ, അപ്പൊ ഗോതുരത്തുകാരാണ് ഈ ചവിട്ട് നാടകത്തിന് ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുള്ളത്. നിങ്ങളെ ആരാ പഠിപ്പിച്ചതൊക്കെ? ഞാൻ പള്ളിപ്പുറത്തുള്ള അലക്സാറാണ് പഠിപ്പിച്ചു തന്നത്. മോനും കൂടെ നിന്നിട്ടാണ് പഠിപ്പിച്ചത്. എല്ലാവരും 10ാം ക്ലാസ് വരെയാണോ? 10ാം ക്ലാസ്. ഒരു 10 മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം 9. നമ്മൾ ആദ്യമായിട്ടാണോ സ്റ്റേറ്റിൽ വരുന്നത്? ആദ്യമായിട്ട്. പെർഫോം ചെയ്യാൻ പറ്റുമോ നന്നായിട്ട്? നല്ല എനർജി, അടിപൊളി കളിക്കാൻ. എത്ര നാളെടുത്ത് പഠിച്ചെടുക്കാൻ? എത്ര നാളെടുത്തു നിങ്ങൾ? 4 മാസത്തെ കഠിനമായ പ്രയത്നമാണ്. എപ്പോഴാ പ്രാക്ടീസ് ഒക്കെ ചെയ്യാ പഠിത്തത്തിന്റെ ഇടയില്? ഫസ്റ്റ് പീരീഡ് ഇറങ്ങും, പിന്നെ 4:30 വരെ പ്രാക്ടീസ് ഉണ്ടാവും. ചേച്ചി, നമുക്ക് പെട്ടെന്ന് ഇവരുടെ പേരുകളൊന്ന് ചോദിക്കാം, കാരണം വീട്ടിൽ നിന്നൊക്കെ കാണുന്നുണ്ടാവും. അപ്പൊ അല്ലേ ഫ്രണ്ട്സ് ഒക്കെ കാണണ്ടേ? അപ്പൊ പേരൊന്ന് പെട്ടെന്ന് പറഞ്ഞു. അശ്വതി, ഐറിൻ, അന്ന, നയൻ, റിയ, റയ, നിയ, ഡയ, അനിഹ, സേറ. യെസ്. അപ്പോ നിങ്ങളുടെ എനർജി പാക്ക് പെർഫോമൻസ് ആണ് നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് വേദികൾ ഉണ്ടോട്ടെ, കാരണം 9th പഠിക്കുന്നതാണ് കൂടുതലും. ഇനി +2 ഹൈസ്കൂളിൽ കഴിയാനുണ്ട്. അപ്പൊ കലോത്സവ നഗരിയിൽ ഇനിയും ഒക്കെ നമുക്ക് കാണണം. അപ്പൊ നമ്മുടെ ഒരു ചെറിയ സ്നേഹം നിങ്ങൾക്ക് നൽകുന്നു. എല്ലാവരും ചേർന്ന് വാങ്ങിയേ. കുഞ്ഞു ഉപഹാരം. സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. അടിച്ചു പൊളിക്കുക കേട്ടോ. നന്നായി പഠിക്കുക. ഇനിയും കലാപ്രകടനമായി മുന്നോട്ട് പോവാം. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു. അപ്പൊ അങ്ങനെയാണ്, കളർഫുൾ ആണ് അല്ലെ ഇന്നത്തെ വേദികളെല്ലാം. ഈ രീതിയിൽ വളരെ ചടുലമാണ്. ഒന്ന് ജനപ്രിയ ഇനങ്ങളെല്ലാം ഉണ്ട്. മിമിക്രി, മോണാക്ട് മാത്രമല്ല, പിന്നെ ചവിട്ട് നാടകം, കുച്ചിപ്പൊടി ഉണ്ട്. അതുപോലെ തന്നെ ഈ മിമിക്രി മോണാക്ടിന്റെ കാര്യം പറയുമ്പോഴേ ഒരുപാട് പേര് കാണാനും കേൾക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവിടെയൊക്കെ അത്യാവശ്യം ആളുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. ശാസ്ത്രീയ സംഗീതമുണ്ട്. മാത്രമല്ല ഇന്ന് ഉപകരണ സംഗീതങ്ങളുടെ ഒരു പട തന്നെയുണ്ട്. നമുക്ക് സജോ ദേവസ്യ കലോത്സവം എവിടെയോ ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ നിങ്ങളുടെ കണ്ണൂര് തന്നെയാണ്. റജിനെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങളുടെ കണ്ണൂര് സജോ ആണ്, കണ്ണൂരുകാരനാണ്. എന്ത് പറയുന്നു നോക്കാം. സജോ, കണ്ണൂർ തന്നെ അല്ലേ മുന്നിൽ? എവിടെ ഇപ്പോ കലോത്സവത്തിൽ ഉള്ളത്? എന്താണ് ഇതുവരെയുള്ളൊരു ഫൈനൽ അപ്ഡേറ്റ്? പ്രജിന്, ഞാൻ സെന്റ് ജോസഫ് സ്കൂളിലാണ് നിൽക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ മിമിക്രി വേദിയാണ്. ഇപ്പോൾ മത്സരത്തിന്റെ ഒരു ചെറിയ ഇടവേളയാണ്. അതായത് ഏറ്റവും ജനപ്രിയ ഐറ്റമാണല്ലോ മിമിക്രി ഉൾപ്പെടെയുള്ള ഇനങ്ങൾ. അതുകൊണ്ട് ജനപ്രിയ ഇനങ്ങളുണ്ട്. നമുക്ക് ഈ സദസ്സ് കണ്ടാലും മനസ്സിലാകും കുറച്ചധികം മിമിക്രി പ്രേമികളുടെ സാന്നിധ്യം അടക്കം
ഇവിടെയുണ്ട്. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം അത് സ്കൂളുകളുടെ കാര്യത്തിലായാലും ജില്ലകളുടെ കാര്യത്തിലായാലും നടക്കുന്നു എന്നതാണ്. അതും വളരെ ആവേശകരമാണ്. അതായത് ചെറിയ പോയിന്റ് വ്യത്യാസമാണ്. യഥാർത്ഥത്തിൽ ഒരു മത്സര ഇനത്തിലെ ഗ്രേഡുകളുടെ 1-2 ഗ്രേഡുകളുടെ വ്യത്യാസം മാത്രം ആകെ ഫലത്തെ അല്ലെങ്കിൽ ചാമ്പ്യന്മാർ ആരെന്ന് നിശ്ചയിക്കുന്നതിൽ നിർണായകമാകും എന്ന് തന്നെ പറയേണ്ടി വരും. കണ്ണൂർ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണയും സ്വർണ്ണക്കപ്പ് കണ്ണൂരിലേക്കാണ് പോയത്. ആ റൂട്ടിലാണ് ഇപ്പോഴും യാത്രാ പോയിന്റ് നിരക്ക് പരിശോധിച്ചാൽ കണ്ണൂർ 496 പോയിന്റുമായി ലീഡ് ചെയ്യുന്നു. തൊട്ട് പിന്നാലെ തന്നെ തൃശ്ശൂരുണ്ട് 491 പോയിന്റ്. കോഴിക്കോടും പിന്നാലെ തന്നെയുണ്ട് 489 പോയിന്റ്. അങ്ങനെ മറ്റ് ജില്ലകളുടെ കാര്യമെടുത്താലും പാലക്കാട്, മലപ്പുറവും ഒക്കെ വളരെ മികച്ച പോയിന്റ് നില ഉണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സ്കൂളുകളുടെ കാര്യത്തിലും വലിയ മത്സരം അക്കാര്യത്തിൽ നടക്കുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. കിടങ്ങന്നൂർ, പത്തനംതിട്ടയിലെ കിടങ്ങന്നൂർ സ്കൂളൊപ്പം വഴുതക്കാട്, തിരുവനന്തപുരത്തെ വഴുതക്കാട് സ്കൂള്, അങ്ങനെ കണ്ണൂരിലെ സെന്റ് തെരേസ സ്കൂള്, പാലക്കാട് ആലത്തൂരിലെ സ്കൂൾ, അങ്ങനെ മികച്ച പ്രകടനം സ്കൂളുകളുടെ കാര്യത്തിലും ഉണ്ട്. ജനകീയ ഇനങ്ങളിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാപ്പിളപ്പാട്ടുണ്ട്, മിമിക്രി ഉണ്ട്, മോണാക്ട് ഉണ്ട്, ചവിട്ട് നാടകം, ഇങ്ങനെയുള്ള ഇനങ്ങളാണ് ഇന്ന് വേദികളെ കീഴടക്കിയത്. ആ ഇടങ്ങളിലൊക്കെ കുറച്ചുകൂടി ഇത്തരം ജനകീയ ഇനങ്ങൾ, ജനപ്രിയ ഇനങ്ങൾ കാണാൻ കാണികളുടെ സാന്നിധ്യം അത്തരം ആളുകൾ നേരത്തെ നാടകവേദിയിൽ നാടകപ്രേമികളുടെ വലിയ സാന്നിധ്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അതേസമയം മറ്റു പല വേദികളിലും കാണികളുടെ സാന്നിധ്യം കുറവായിരുന്നതുമൊക്കെ കണ്ടു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒപ്പം മിമിക്രി അടക്കമുള്ള വിവിധ മത്സരങ്ങളിൽ നിന്ന് മികച്ച നിലവാരം പുലർത്തുന്ന മത്സര പ്രകടനങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അങ്ങനെ വിവിധ ഇനങ്ങളൊപ്പം ശാസ്ത്രീയ സംഗീതം അടക്കമുള്ള മത്സരങ്ങൾ കൂടിയുണ്ട്. അതിനും സ്വാഭാവികമായി തന്നെ വലിയ ആരാധകർ, സംഗീത ആരാധകരുടെ, പ്രേമികളുടെ ഒക്കെ വലിയ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ആളുകളിലേക്ക് ജനകീയമായി ഉള്ള ഐറ്റങ്ങളിൽ കാണികളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന ശ്രദ്ധേയമാണ്. കാരണം നഗരത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് എപ്പോഴും ഉത്സവം നടക്കുന്നത്. ചേച്ചി ഒരു കാര്യം ഞാൻ ഒന്ന് ഉറക്കെ പറഞ്ഞോട്ടെ. വേണ്ട, എനിക്ക് മനസ്സിലായി എന്താ പറയാൻ വരുന്നത്. കണ്ണൂര് നമ്മുടെ കണ്ണൂര്. അതെ, 128 ഇനങ്ങൾ പൂർത്തിയാവുമ്പോൾ കണ്ണൂർ ജില്ല കൃത്യമായ ലീഡ് എടുക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ടവർ. 501 പോയിന്റാണ് കണ്ണൂർ ജില്ലയ്ക്ക്. തൃശൂർ ജില്ല രണ്ടാം സ്ഥാനത്ത് 496. അതാണ് ഞാൻ പറഞ്ഞത്, 5 പോയിന്റിന്റെ ഒരു വ്യക്തമായ ലീഡിലേക്ക് നമ്മുടെ കണ്ണൂർ ജില്ല വരുന്ന കാഴ്ച. ഡിഫൻഡിംഗ് അല്ലെ, നമ്മൾക്ക് അങ്ങനെയൊന്നുമില്ല, നമ്മളെ എല്ലാ ജില്ലക്കാരും നമ്മുടെ തന്നെയാണ്. ശരി, അപ്പൊ ഈ സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഒരു ചെറിയ ഇടവേള. ഒരുപാട് ഇനങ്ങൾ ഇങ്ങനെ ഓരോ വേദിയിലായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല വെയിലുണ്ട്. അപ്പൊ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നമുക്കൊരു കുച്ചിപ്പുടി ആയല്ലോ, മനസ്സിനൊരു കുളിർമ. അതെ, തീർച്ചയായിട്ടും. അപ്പോ ഇന്ന് കുച്ചിപ്പുടി മത്സരത്തിൽ പങ്കെടുത്ത ഒരു മിടുക്കി നർത്തകി നമുക്കൊപ്പം ചേരുകയാണ്. തീർത്ഥ എന്ന് പറഞ്ഞ മോളാണ്. വെൽക്കം മോളെ. നടുക്ക് നിന്നോ. തീർത്ഥ എവിടുന്നാണ് വരുന്നത്? ഏത് ജില്ലയെ റെപ്രസെന്റ് ചെയ്യുന്നു? ഏതാണ് സ്കൂൾ? ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. MESHS ഇരുമ്പിളിയം സ്കൂളിൽ നിന്ന്. ഞാൻ +1 വിദ്യാർത്ഥി. ഇന്ന് കുച്ചിപ്പുടിക്ക് വന്നു. ആദ്യ കണ്ടസ്റ്റന്റ് ആയിരുന്നു അല്ലേ? അതെ. ഓ, അത് ശരി, അടിപൊളി. ആദ്യം വേദിയിലേക്ക് കയറി. സ്റ്റേറ്റിൽ ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ വന്നപ്പോ തന്നെ കുച്ചിപ്പുടി മത്സരം ഒന്നാമത്തെ ഐറ്റം, അത് ചെസ് നമ്പർ ഫസ്റ്റ് 1. എനിക്കുണ്ട് ചോദിക്കാൻ. ഈ ഭരതനാട്യവും കുച്ചിപ്പുടിയൊക്കെ നമ്മളെ സംബന്ധിച്ച് ഇതിങ്ങനെ കാണുന്നു, മനോഹരമായ കാഴ്ചയാണ് ഇതാണ്. പക്ഷേ ഈ ഭരതനാട്യവും കുച്ചിപ്പുടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടോ? മോള് രണ്ടും കളിക്കും. ഒരുപാട് വ്യത്യാസമുണ്ട്. അത് കുച്ചിപ്പുടിന്റെ ശൈലി എന്ന് പറയുന്ന അടവൊക്കെ കുറച്ച് മെയ് വഴക്കമൊക്കെ വന്ന് അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ആണ്. ഭരതനാട്യം നല്ല സ്റ്റില്ലായി കളിക്കേണ്ടതാണ്. കുട്ടിക്കാലം മുതൽ കളിച്ചു തുടങ്ങിയതാണോ? ആണ്. ഇനി ബാക്കി വിശേഷങ്ങൾ പെർഫോമൻസ് കാണാം അല്ലേ? നമ്മുടെ പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്ന പെർഫോമൻസിനാണ്. റെഡി അല്ലേ? അവ കുറച്ച് ഭാഗം ഇന്ന് അവതരിപ്പിച്ചതിന്റെ കുറച്ച് ഭാഗം നമുക്ക് കാണാം. അപ്പോൾ ഈ പെർഫോമൻസിനോട് കൂടി നമ്മൾ തൽക്കാലം അനന്തകലാവിൽ നിന്ന് വിട പറയും. കൂടുതൽ പുതിയ കാഴ്ചകളുമായി, കലാപ്രതിഭകളുമായി അടുത്ത പിള്ളേരിൽ കാണാം. അപ്പോൾ പെർഫോമൻസിലേക്ക്. कस्तूरी तिलक दीन जन परिपालक भव्य योगी भयवारक भक्तोद्धारक अव्यय भूतिदायक अगणित लोकनायक नव्य नवनीत रसिक नंद कस्तूरी तिलक दीन जन परिपालक दिव्य कस्तूरी तिलक दीन जन परिपालक